അപ്പോൾ ഈ കാണുന്ന ഒരു 450 സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇടാനായിട്ട് വന്നതാണ്. അപ്പോൾ ഏറെക്കുറെ പണിയൊക്കെ പകുതിയായി, അത് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ റൂമിൽ സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. നമുക്ക് എന്തായാലും വീടിനകത്തേക്ക് പോവാം. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടേജിൽ നമുക്ക് കാണാം ഒരു ലൈറ്റിൻ്റെയും അതുപോലെ ഒരു ബെല്ല് വെക്കാനുള്ള ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ വരികയാണെങ്കിൽ നമ്മൾ താഴെ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗേറ്റ് ലാമ്പ് വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടി കൊടുക്കാനുള്ള പൈപ്പ് ലൈൻ ഉണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. പക്ഷേ അപ്പോൾ നമ്മൾ കയറി വന്ന ഉടനെ തന്നെ ഒരു ഹാളാണ് കാണുന്നത്. ഹാളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ സിറ്റ് ഔട്ടൊന്നുമില്ല. ആദ്യം നമുക്ക് റൂമിലേക്ക് പോവാം. ഈ റൂമിൽ എന്ന് പറയുന്നത് ഒരു 10-12 റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ആദ്യം നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ബാത്റൂമിലെ ഒരു ലൈറ്റും അതേപോലെ ഒരു ഹീറ്റർ പോയിന്റും വെക്കുന്നുണ്ട്. അതുപോലെ ഒരു എക്സോസ്റ്റ് ഫാൻ വെക്കാനായിട്ട് അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2-4-4 നമ്മളിവിടെ ഈ സൈഡിൽ വെക്കും. അതുപോലെ അത് നേരെ ഇവിടുന്ന് അങ്ങനെ ഒരു പൈപ്പ് വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ഒരു 4-4 വെച്ചിരിക്കുന്നത് കേട്ടോ. സ്വിച്ച് ബോർഡ് തന്നെയാണ്, PVC ബോക്സ് ആണ്. അപ്പോൾ ഇതിലൊരു 3 സ്വിച്ച് കയറും. നമ്മുടെ 4-4 ബോക്സിൽ ഒരു 3 സ്വിച്ച് കയറും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റിൻ്റെയും ഒരു ഹീറ്ററിൻ്റെയും ഒരു ഫാനിൻ്റെയും ഒരു പോയിന്റാണ് നമ്മളിവിടെ ഈ സ്വിച്ച് ബോർഡിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ സീലിങ്ങിന് ഒരു പൈപ്പ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ സീലിങ്ങിന് ഒരു ഫാനിൻ്റെ പോയിന്റ് ഉണ്ട്, അതിൻ്റെയാണ്. ഈ ലൈൻ നേരെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് പൈപ്പ് നേരെ പോയിട്ട് ഇവിടെ ഒരു ലൈറ്റിൻ്റെ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ 2 ലൈറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 2 ലൈറ്റിന് ലൈൻ വന്നിട്ട് നമുക്ക് 1 ഇഞ്ച് വഴി നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡ് ഇവിടെ താഴെ സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് ബോർഡ് ഒന്ന് 12-4 കേട്ടോ. ഇതിൽ 10 മോഡിലോളം ഷീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ജംഗ്ഷൻ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ കണക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പുറകിൽ തന്നെ വേറൊരു സ്വിച്ച് ബോർഡ് ഉണ്ട്. അതേ നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ജംഗ്ഷൻ ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇത് നമ്മുടെ സീലിംഗ് എന്ന പൈപ്പ് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ലൈൻ നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 12-4 വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ റെഗുലേറ്റർ 2 മോഡൽ റെഗുലേറ്റർ ഒന്ന്, അതായത് 3 പോയിന്റ് നമുക്ക് 3 സ്പേസ് നമ്മുടെ ഫാനിലേക്ക് തന്നെ വേണം. അതുപോലെ 2 ലൈറ്റ്, അപ്പോൾ മൊത്തം 5ആയി. പിന്നെ 5ഉം പിന്നെ ഈ പ്ലഗ് വയ്ക്കാനുള്ള ഒരു 3ഉം, അപ്പോൾ അത് 8ആയി കേട്ടോ. 8ഉം പിന്നെ ഇവിടെ ഒരു ഫുഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്, 9ആയി. അങ്ങനെ 9 സ്വിച്ച് കയറാനുള്ള ഷീറ്റില്ല, 10 സ്വിച്ച് കയറാനുള്ള ഷീറ്റേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 10 മോഡൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മോഡലിന് 12-4 ബോക്സാണ് വെക്കേണ്ടത്. അപ്പോൾ നേരെ ഇതിലേക്ക് കടന്നു. ഇനി ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ചെറിയ റൂമാണ്. ഈ ചെറിയ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ലൈറ്റ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 4-4 കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു 4-4 വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ ഒരു 8-4 വെച്ചിട്ടുണ്ട്. ഈ ഒരു 8-4 വെച്ചാൽ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് നമുക്ക് മറ്റേ അയൺ ബോക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ലൈൻ നേരെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ വെച്ച് കൊടുത്തിട്ട് നേരെ താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു സീലിങ്ങിൽ നമ്മളൊരു ഫാനിൻ്റെ പോയിന്റ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നേരെ 1 ഇഞ്ച് പൈപ്പ് നേരെ താഴത്തേക്ക് ഇറക്കിയിട്ട് ഇവിടും 12-4 തന്നെ വെച്ചിരിക്കുന്നത്. അതേ സെറ്റപ്പ് തന്നെ അപ്പുറത്തെ റൂമിൽ പറഞ്ഞ അതേ ലൈറ്റുകളും ഫാനുകളും പ്ലഗുകൾ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹാളിലേക്ക് വരുമ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണും അത്യാവശ്യം ചെറിയ കിച്ചണാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇവിടെ മോട്ടർ വയ്ക്കാനുള്ള ബോർവെൽ മോട്ടറാണ്, മോട്ടർ വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 4-4 വെച്ചിട്ടുണ്ട്. ഈ 4-4 ഒരു പ്ലഗ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ മേലെ തന്നെ ഒരു ലൈറ്റും ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ഫാൻ, അതായത് എക്സോസ്റ്റ് ഫാൻ വെക്കാനുള്ള ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബർത്ത് നമ്മൾ പൊളിച്ച് കളയും. ഇതിവിടെ പൊളിച്ച് കളയാനുള്ളതാണ്, അതുകൊണ്ട് അതെന്താണെന്ന് ചോദിക്കരുത്. അപ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ വെച്ചിട്ട് നമ്മളവിടെ ഫാനിൻ്റെ പോയിന്റ് കൊടുക്കും. നേരെ 1 ഇഞ്ച് പൈപ്പ് ഇറങ്ങിയത് നേരെ ഈ ഒരു ജംഗ്ഷനിലേക്ക് വരും. നേരെ താഴത്തേക്കാണ് നമ്മളിവിടെ ഒരു 8-6 സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ 8-6 സ്വിച്ച് ബോർഡാണ് വെക്കാൻ പോകുന്നത്. ഇതിൽ 12 സ്വിച്ച് ബോർഡും നമുക്ക് കയറും. അതുപോലെ ഇവിടെയും താഴെ കൂടെ ഇങ്ങനെ ലൈൻ പോയിട്ടുണ്ട്. ഈ ലൈൻ നമുക്ക് നേരെ പുറത്തേക്ക് ഒരു ഫാൻസി ലൈറ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ അതിന് മേലെ കൂടെ പോകുന്ന ഒരു ലൈൻ വന്നിട്ട് നേരെ മീറ്റർ ബോക്സ് നമ്മൾ ഈ സൈഡാണ് വരുന്നത്, അതിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മറ്റേ കിച്ചണിൽ. ഇവിടെ ഒരു പവർ പ്ലഗും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് DB. അപ്പോൾ അതിന് സെപ്പറേറ്റ് DBന്ന് തന്നെ പൈപ്പ് കൊണ്ടുവരും കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് നമുക്ക് കാണാം. അങ്ങനെ 2 ലൈറ്റ്, ഒരു ഫാന്, അതുപോലെ ഒരു എക്സോസ്റ്റ് ഫാന്, ഒരു പവർ പ്ലഗ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹാളിലേക്ക് കിടക്കാം. ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ
ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്താണ്, സൗണ്ട് കാരണം കേൾക്കേണ്ട വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താണ്. നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. നമ്മളിവിടെ കയറി വന്ന ഉടനെ തന്നെ നമ്മളിവിടെ ടി വി ഇവിടെ വെക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് വെക്കാമെന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഒരു 10:4 ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെ ഒരു 10:4 വെച്ചിട്ടുണ്ട്. അതുപോലെ 8 മോഡൽ അല്ലെങ്കിൽ 10:4 ഒരു 8:4 വെച്ചാലും മതി. നമുക്കൊരു 2 പ്ലഗും 2 സ്വിച്ചും കയറും. അപ്പോൾ ഒരു 10:4 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 3 പ്ലഗും ഒരു സ്വിച്ച് അങ്ങനെയൊക്കെ കയറ്റാം നമുക്ക്. ഒരു 8 മോഡൽ ഷീറ്റ് വെക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ലൈൻ പോകുന്ന നേരെ പുറത്തേക്ക് പോകുന്ന ഒരു കേബിളിൻ്റെ കേട്ടോ. അതായത് റൈറ്റ് സൈഡ് കാണുന്ന നേരെ പൈപ്പ് പോകുന്ന ഒരു കേബിളിൻ്റെ ആണ്. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് പൈപ്പ് ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ വന്നിട്ട് ഈ ബോക്സിലേക്ക് വരും. ഇവിടെ നിന്ന് 2 1 ഇഞ്ച് പോകും കേട്ടോ. ഈ 2 1 ഇഞ്ച് നേരെ ഈ 4:4 ബോക്സിലേക്ക് വരും. അതുപോലെ ഇവിടെ ഒരു 6:4 വെച്ചിട്ടുണ്ട്. ഈ ഒരു 6:4 നിന്നാണ് താഴത്തേക്ക് നമുക്ക് ലൈൻ ഇറങ്ങുന്നത്. ഇവിടെയാണ് നമ്മൾ DB സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് 16 വേൻ്റെ DB ആണ്. നമ്മൾ പിന്നീട് മേലേക്ക് ഒരു റൂം എടുക്കുകയാണെങ്കിൽ അതിനും കൂടി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ DB സെലക്ട് ചെയ്യാൻ. അങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ റൂമിൽ നിന്നും നമ്മൾ ഓരോ 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ഒരുപാട് വയർ ലൂസാക്കിയിടുന്ന പോലെയാണ് പൈപ്പ് ഇടാറ് കേട്ടോ. ഇതിൽ ആ റൂമിൽ ഒരു പവർ പ്ലഗ് പിന്നെ അതിൻ്റെ സെക്ഷൻ ഇൻവെർട്ടർ സെക്ഷൻ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ആ റൂമിൽ നിന്ന് ഒരു ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ ഒരു റൂമിൽ നിന്ന് 1 ഇഞ്ച് പൈപ്പ് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ റൂമിലേക്കും അല്ലെങ്കിൽ ഈ ഹാളിലേക്കും എല്ലാം ചേർത്തിട്ട് നമ്മളിപ്പോൾ ഒരു 8/6 ബോക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ 8/6 ബോക്സ് ഈ ഹാളിലത്തെ മാത്രം ലൈറ്റിനും അതുപോലെ റെഗുലേറ്ററൊക്കെ വെക്കാനായിട്ടാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ബോക്സ് കൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 8/4 വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 8/4 പുറത്തത്തെ ലൈറ്റുകളൊക്കെ നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ലൈറ്റിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ബെല്ലിൻ്റെ പോയിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബെല്ലിൻ്റെ കാര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു പ്ലഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളൊരു 4/4 ബോക്സ് വെച്ചിട്ട് ഒരു പ്ലഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പ്ലഗിൽ നിന്ന് നേരെ പുറത്തേക്ക് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ സീലിങ്ങിൽ നമ്മളൊരു 3 പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം സീലിങ്ങിൽ ഒരു 3 പോയിന്റ്. സെൻറ്ററിലെ ഫാന് 2 സൈഡിൽ ലൈറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹാളിൽ ഇത്രയും പൈപ്പുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചുറ്റും പൈപ്പാണ്. അതുപോലെ 2 റൂമുള്ളൂ. 2 റൂം ഒരു കിച്ചൺ മാത്രമേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നമ്മൾ പൈപ്പുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഒരു പോയിന്റ് നമുക്കിവിടെ കട്ട് ചെയ്യാനുണ്ട്. അത് കട്ട് ചെയ്തിട്ടില്ല. അത് വരുന്നത് നേരെ TV താഴെ തന്നെ കേട്ടോ. ഇതിൻ്റെ താഴെ ഇവിടെ ആയിട്ട് നമ്മളൊരു ഇൻവെർട്ടറിൻ്റെ പോയിന്റ് കൊടുക്കുക വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്യാനുണ്ട്. അവിടെ ഒരു 4/4 ബോക്സ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ചേർത്തിട്ടാണ് നമ്മൾ പൈപ്പ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ മെയിൻ പൈപ്പ് വരുന്നത് മീറ്റർ ബോക്സിൽ നിന്ന് വരുന്നതിൻ്റെ അടിയിൽ നിന്നാണ്. അപ്പോൾ ഈ പൈപ്പ് പോകുന്ന നേരെ മീറ്റർ ബോക്സിലേക്ക് കേട്ടോ. അത് നമ്മൾ നേരെ പുറത്തു കൂടെ അതിന് കിച്ചണിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് എടുത്തിട്ട് നേരെ മീറ്റർ ബോക്സ് അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മീറ്റർ ബോക്സ് വയ്ക്കുന്ന സ്ഥലം കാണിച്ചു തരാം. മീറ്റർ ബോക്സ് നമ്മൾ ഈ സൈഡാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് കൺസ്ട്രക്ഷൻ ബോർഡ് സെറ്റ് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ കുറച്ച് എളുപ്പം. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുക്കാനായിട്ട് നമ്മളിവിടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്. മീറ്ററും വിത്ത് ഐസൊലേറ്റർ ബോക്സാണ്. അതുപോലെ എർത്തിന് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം. പൈപ്പ് അടിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീടാണ്. ഒരു 450 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.